Sounds rolling. നമസ്കാരം. മോർണിംഗ് മന്ത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് വിഷയം എന്ന് സംസാരിക്കേണ്ടത് ഞാൻ വിചാരിച്ചപ്പോൾ ഇന്ന് ഈ ആറ്റുകാല് പൊങ്കാലയൊക്കെ നടക്കുന്ന ആ ഒരു സമയം കൂടി ആയതുകൊണ്ട് എനിക്ക് തോന്നി മനുഷ്യൻ്റെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇപ്പം പെരുന്നാളാകട്ടെ ക്രിസ്മസ് ആവട്ടെ ഇതൊക്കെ ഭയങ്കരമായിട്ട് ചീറപ്പായിട്ട് ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓണമാവട്ടെ നമ്മൾ ജനിച്ചത് ഏത് മതത്തിലോ ജാതിയിലോ ആവട്ടെ നമ്മൾ അതിന് അടിസ്ഥാനമായിട്ട് മാത്രമല്ല ജീവിച്ചു പോകുന്നത്, മറ്റുള്ളവരുടെ ആരാധനകളെ ബഹുമാനിച്ചുകൊണ്ട് പോകുന്നൊരു കാലഘട്ടമാണ് ഇന്ന്. എല്ലാവരും ഞാൻ പറയുന്നതല്ല, അത് ഇങ്ങനൊരു വിഷയം സംസാരിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ മനസ്സ് തോന്നിയുകൊണ്ട് പറയുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വളരെ സങ്കുചിതമായി എല്ലാവരും അവനവൻ്റെ മതം, അവനവൻ്റെ ജാതി, അവനവൻ്റെ ചിന്തകൾ, ആ ശരി എന്ന് മുറുകെ പിടിച്ചു പോകുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരിഫ് ആവട്ടെ, ബേബി ആവട്ടെ, ഇവരൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, എൻ്റെ വീട്ടിലെ മെമ്പേഴ്സാണ്. ഞാൻ തിരിച്ചു അവരുടെ വീട്ടിലെ ഒരു സഹോദരനോ അങ്ങനെ ഒരു ബന്ധത്തിലാണ് നമ്മളൊക്കെ പോയിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇപ്പം ഞാൻ അടുത്തായിട്ട് പല കുട്ടികളോട് സംസാരിക്കുമ്പോഴേ ഞങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല, ഞങ്ങളിങ്ങനെ ചെയ്യാറില്ല, ഞങ്ങളങ്ങനെ ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞാൽ വിശ്വാസികളും അവിശ്വാസികളും അവിടെ മാറ്റിക്കട്ടെ. ഇപ്പം ഞാനൊരു പൂർണ്ണമായും വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായും വിശ്വാസിയല്ല. വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വാസിയാണ്. എന്തിനാണ് വിശ്വാസം, എങ്ങനെയാണ് വിശ്വാസം, എപ്പോഴാണ് വിശ്വാസം എന്നതിനെ ആശ്രയിച്ചാണ് എൻ്റെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ. എപ്പോഴും അങ്ങനെ ദൈവം എല്ലാം ദൈവം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഞാൻ പലപ്പോഴൊക്കെ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്, അതുപോലെ തന്നെ മറ്റു പള്ളികളിലും എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ, എന്നെ കയറ്റുന്ന എവിടേക്കോ അവിടേക്കൊക്കെ പോയാൽ ഒരു പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഒരുപാട് ഇങ്ങനെ കൺജസ്റ്റഡായി ഏത് വിഭാഗം ഒരാളെ എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പം ഞാൻ ഇന്നലെ യാദർശികമായി എൻ്റെ വേറൊരു സുഹൃത്തിനെ ഞാൻ കണ്ടു. അവൻ്റെ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്നലെ പോയത്. അപ്പോൾ അവൻ പറയടാ, ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങൾക്ക് അങ്ങനെ സങ്കടം തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ എന്ന് ചിന്തിക്കുകയാണ് മനുഷ്യൻ എന്തിനാണ് ഈ മതം വിശ്വാസമൊക്കെ? ഒരു ഭയം, നമ്മളെക്കാളും മേലെ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീഴുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ എന്തുണ്ട് എന്നുള്ള ഒരു തോന്നിച്ച ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മൾ കൂട്ടി കൊണ്ടുവരികയാണ്. അങ്ങനെയൊന്നും എന്താ പറയുക, വളരെ പുരാതനമായ കാലഘട്ടത്തിൽ ഏത് മതവും തുടങ്ങിയ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാകൃത രൂപത്തിലേക്ക് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ലൈഫിൽ ഇത് എത്രമാത്രം അപ്ലിക്കബിളാണെന്ന് വെച്ചാൽ വളരെ തുച്ഛമാണ്. നമുക്കത് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ നമ്മളെല്ലാം കൂട്ടി കണക്ട് ചെയ്തിട്ട് ശാസ്ത്രമായി ചേർത്തുകൊണ്ടൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും ചിലപ്പം ചില കുട്ടികളൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഓൺലൈൻ നോക്കിയ പല റീലുകളും, ഏത് മതം നോക്കട്ടെ, എല്ലാ മതത്തിൻ്റെ കാര്യത്തിലാവട്ടെ, നമുക്കൊരു ശക്തി, ഒരു സന്തോഷം തരുന്നുണ്ടെങ്കിൽ അതൊക്കെ അവൻ്റെ പ്രൈവറ്റായിട്ട് കൊണ്ടു നടക്കണമെന്ന് വിചാരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി പ്രായപൂർത്തിയാവാതെ അവനൊരു മതത്തിലും പാടില്ല. അങ്ങനെ ഒരു മതം അവനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വീട്ടുകാർ അവനൊരു മതത്തിന് അടിസ്ഥാനമായി പോകുന്നുണ്ടെങ്കിൽ അവന് ടാക്സ് അടക്കണം എന്നുള്ളൊരു സിസ്റ്റം വേണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പ്രായപൂർത്തിയായി അയാൾക്കൊരു മതവും ഒരു വിശ്വാസം വേണം തോന്നിക്കാൻ ഒരു തെറ്റുമില്ല. പക്ഷെ ചെറുപ്പത്തിലേ നമ്മൾ ഏത് മതത്തിലാവട്ടെ നമ്മളവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആവശ്യമില്ലാത്ത ഭയങ്കര എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ ഇച്ചിരി പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പേടിയെന്നല്ല, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ അങ്ങനെ ഒരു മനസ്സിനെ മയക്കുന്ന മതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വായിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ടാവും, പല ഡയമെൻഷൻ ഉണ്ടാകും. എന്തായാലും നമ്മുടെ ഇപ്പോഴീ പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും എല്ലാ വിശ്വാസത്തെയും അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു ലോകത്തിലേക്കാവട്ടെ. എൻ്റേത് മാത്രം ശരിയാണ്, നിൻ്റേത് ശരിയല്ല എന്ന് നോക്കുന്ന കാഴ്ചപ്പാടുകളെ നമ്മളെല്ലാവരും ഇത് തള്ളി പറയേണ്ടതല്ലേ? ഇതെൻ്റെ ഒരു ചോദ്യം മാത്രമാണ് കേട്ടോ, ഇതെൻ്റെ ഒരു ആവശ്യമല്ല. സമൂഹത്തിലെ ഒരു ജീവിയാണ് ഞാൻ. സമൂഹത്തെ സൃഷ്ടിച്ചത് ഞാനല്ല, സൃഷ്ടിക്കപ്പെടേണ്ടത് എൻ്റെ രീതിയിലും ആയിരിക്കണം എന്നില്ല. സമൂഹത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോയിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഒരു സമാധാനം മിസ് ചെയ്യുന്നില്ല എല്ലായിടത്തും. എല്ലാവരും അവരവരുടേത് ആൾക്കാരായിട്ട് മാറി പോകുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട് നമ്മൾ പോകേണ്ട ഒരു സാഹചര്യമാണ്. അത് കാണുമ്പോൾ ഇന്നങ്ങനെ തോന്നി പറഞ്ഞതാണ്, ഒന്നും വിചാരിക്കരുത്. ഇത് നമ്മുടെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സംസാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ പറയുന്നതിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയാൽ അത് കരുതിക്കൂട്ടിയല്ല, അത് ആഗ്രഹം കൊണ്ടുമല്ല, അത് മനസ്സിൽ നിന്ന് വന്നതാണെന്ന് വിചാരിച്ച് ക്ഷമിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ഫ്രം